എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ളവർക്കും സദസ്സിലുള്ളവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വാസേട്ടൻ സീമനെ വിളിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞേ ഉള്ളൂ. ഞാൻ അതിന് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വന്നു. ഇവിടെ എല്ലാവരും സംസാരിച്ചു. എവിടെയോ ഇരുന്ന് എന്നെ ശശിയേട്ടൻ ഒരു നടിയാക്കി. അത് വാസുവേട്ടൻ്റെ സ്ക്രിപ്റ്റും എന്നെ വലിയൊരു ജീവിതത്തിലേക്ക് മാറ്റി. വാസുവേട്ടൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ചുമതലയും തലയിലങ്ങ് കയറ്റും. എന്നിട്ട് ഏതേത് കഥാപാത്രങ്ങളുണ്ടോ അവരവർക്ക് ഇങ്ങനെ തലയിലാക്കി കൊടുക്കും. ശശിയേട്ടൻ ഒരു വാക്ക് പറയുള്ളൂ, വാസുവേട്ടൻ എന്തെഴുതിയിരിക്കുന്നു അത് എനിക്ക് കിട്ടിയിരിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. ഞങ്ങളുടെ അടുത്ത് നിന്ന് അത് വാങ്ങിച്ചെടുക്കും ശശിയേട്ടൻ. അതാണ് പുള്ളീൻ്റെ ഒരു സാമർത്ഥ്യം. ഒരു ഡയലോഗ് പോലും മാറ്റിക്കൂല. അയൽക്കൂട്ടത്തിൽ തന്നെയല്ലേ അമ്മൂക്കുട്ടി മമ്മൂക്ക കല്യാണം കഴിക്കാതിരുന്നപ്പം ലാലു വരും രണ്ടാമത്തെ പ്രാവശ്യം വീട്ടിൽ. അപ്പം ഈ കുഞ്ഞ് എൻ്റെയാന്ന് വിചാരിച്ച് ലാലു ചോദിക്കും, കുട്ടികൾ ഒന്നേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ലാതെ വേറെ മമ്മൂക്കൻ്റെ കുട്ടിയാന്ന് പറയുമ്പം, അപ്പം നിങ്ങൾ ഒറ്റ വാക്കേ ഉള്ളത്, ഞാൻ ഇവിടെ ഇങ്ങനെ എന്നൊരു വാക്കേ ഉള്ളൂ. അതിൽ 1000 അർത്ഥങ്ങളുണ്ടായിരുന്നു. അതെനിക്ക് മറക്കാൻ പറ്റൂല. അതുപോലെ അക്ഷരങ്ങളായിക്കോട്ടെ, ആരുടത്തിൽ നീലി ആയിക്കോട്ടെ, അനുബന്ധമായിക്കോട്ടെ, സുനന്ദ ആയിക്കോട്ടെ, എത്രയോ കഥാപാത്രങ്ങൾ ഇന്നും ആൾക്കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു 100-150 പ്രാവശ്യം കാണും. പക്ഷെ അത് ഞാനായിട്ടല്ല കാണുന്നത്, അമ്മുകുട്ടിയായിട്ടാണ് കാണുന്നത്. എന്നെയായിട്ട് ഞാൻ കാണാറില്ല. അപ്പം ഇത് എനിക്ക് നന്ദി പറയാൻ എങ്ങനെയാണെന്ന് വാക്കുകളില്ല. വിളിച്ചു വന്നു, കടപ്പാട്ടിൽ എനിക്കിതാക്കുന്നു. നന്ദി വാസുവേട്ടാ, നന്ദി വാസുവേട്ടാ, നന്ദി വാസുവേട്ടാ. വാക്കുകളില്ല പറയാൻ. നമസ്കാരം.